വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ സമയം ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് നമ്മുടെ നാട്ടിലത്തെ സാധാരണ ചോറ്, സാമ്പാർ, മീൻകറി, മീൻ പൊരിച്ചത് അങ്ങനെയൊക്കെ കിട്ടണ ഒരു സ്ഥലമുണ്ട് ഇവിടെ ഖത്തറിൽ. ഞങ്ങൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഇക്കാക്ക അവിടെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസിൽ പോയേക്കണേണ്. ഒരു 1:30 ആകുമ്പോൾ വരാൻ ഞങ്ങളടുത്ത് റെഡിയായി നിൽക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, ഞങ്ങളെല്ലാം സെറ്റായി നിൽക്കുകയാണ്. ഇനി ഇക്കാക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. അപ്പോൾ അവിടുത്തെ എങ്ങനെയാണ് ഫുഡ് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ചെറിയൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഞങ്ങൾ പോവാണ് കേട്ടാ. എൻ്റെ ഇക്കാക്ക വന്നിട്ടുണ്ട് ഇവിടെ. ബാക്കി കയറി നല്ല അത്യാവശ്യം ചൂടുണ്ട്. ഹലോ, കാണാം. ഓക്കെ, ഞങ്ങള് പോവാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് ഫുഡ് കിട്ടുമെന്നറിയില്ല. സമയം ഇപ്പൊ 2 മണി കഴിഞ്ഞ്. ഇക്കാക്ക ഞങ്ങളടുത്ത് 1:30 റെഡിയായി നിക്കാൻ പറഞ്ഞതാണ്. ഗൈസ്, എന്നിട്ട് വന്ന സമയമാണ് 2:15. രാവിലെ എണീറ്റ് ഓഫീസിൽ പോയതാണ്. ഇനി അവിടെ എന്തെങ്കിലും ഉണ്ടോന്ന് ചെന്ന് നോക്കട്ടെ കേട്ടാ. ബിരിയാണി സാധാരണ ചോറും മീൻകറി, മീൻ പൊരിച്ചത് ഒക്കെ കഴിക്കാനാണ് മൈൻഡ്. അതിന്റെ ഇടയിൽ ഇനി ബിരിയാണി ഇല്ലട്ടാ. കിട്ടോ ചോറ്? കിട്ടുന്നോടത്ത് എവിടാ? എനിക്ക് അവിടെ നയിച്ചാൽ മതി. അവിടുത്തെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞങ്ങളപ്പോ സ്ഥലത്ത് എത്തിയിട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങക്ക് ബിരിയാണി വെച്ചിട്ട് വന്നില്ലേ? അത് ഇവിടെ നമ്മളെ കഴിഞ്ഞ ദിവസം ബിരിയാണി വെച്ചിട്ട് വന്നില്ലേ? ബീഫ് ബിരിയാണി വെച്ചു. പോയിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയല്ല, ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 പ്രാവശ്യം ശരിക്കും വന്നിട്ടുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ. 2 പ്രാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല ഫുഡായിരുന്നു. ചോറും കറിയും താല്പര്യമില്ലാത്ത സാധനമാണ്. പാർക്കിംഗ് കിട്ടായി ഇതാണ് കട. അതിന്റെ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ കിട്ടി. ബാക്കി ഞങ്ങള് കഴിക്കാനിരുന്ന് അതിനിടയിൽ ഇക്കാടെ ഫ്രണ്ടാണ്. ഞാനും അറിയും കേട്ടോ, ഞങ്ങളും അറിയും. വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരാളെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. തസ്നീന്നാണ് പേര്. കുറെ കണ്ടുപിടിക്കുമല്ലോ, കുറെ നാളായി കണ്ടിട്ട്. അപ്പൊ ഇപ്പൊ കണ്ട് കുറച്ചേരം സംസാരിച്ചിട്ട് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഫുഡ് വന്നിട്ട് ബാക്കി കാണിച്ചാൽ. അപ്പം അതേ നമുക്ക് ഇല കൊണ്ടുവന്നിട്ടാ. ഇലയിലാണ് ഇവിടെ നമുക്ക് ഫുഡ് തന്നത്. നമുക്ക് ഫുഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
കഴിഞ്ഞിട്ടാണ് ഞങ്ങളപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അവിടെ ജയ്സേം ഇക്കാക്കയും ഹൃദയം പുളിമിഠായിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ നിൽക്കണം. ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയും അതിനിടയിൽ ഐസാടെ തല ഒന്ന് മുട്ടി. ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കണതിൻ്റെ സോഫയുടെ മുകളിലെ ഇപ്പോൾ ഇനി പോവാം നമുക്ക്. നമ്മളെങ്ങടാ പോവാണേ? ചായ കുടിച്ചിട്ടേ. ഹലോ, ഇവിടെ വിളിച്ചിട്ടുണ്ടാത്ത ഉണ്ണിയപ്പം ഇവിടെ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചേക്കണേ കേട്ടാ കഴിക്കാൻ. ഉണ്ണിയപ്പം തിന്നാനൊരു കൊതി. അയ്യോ, ഞങ്ങളെല്ലാരും കൂട്ടി ഇറങ്ങി. എൻ്റെ അടുത്ത് ആയിരുന്നില്ല. ഫോണുണ്ടാക്കാൻ പോണോ? മിക്കി തരോ? നാളെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുണ്ടാക്കണം. ഇപ്പൊ തന്നെ ഞങ്ങള് പുളിമിഠായി വാങ്ങിയിട്ടുണ്ട്, അത് കഴിക്കണം. ഹലോ, ഞങ്ങളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടാ. ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ചെറിയൊരു പാർക്ക് ഉണ്ട് ഇവിടെ അടുത്ത്. അവിടെ പോയാണ് പിള്ളേരെ കൊണ്ട് അവർക്കൊന്ന് കളിക്കാനായിട്ട്. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻ്റെ ഒരു ലോങ് വീഡിയോ, ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ കണ്ടോ 1K അടിച്ചേക്കുന്നത്. അതാദ്യം ഞാൻ നിങ്ങളോട് എന്തോ 400 സംതിങ് എന്തോ വീഡിയോസ് ആയിക്കാലും ഇപ്പൊ ഷോർട്സും ലോങ് വീഡിയോ കൂടി എല്ലാരും കൂടി ഇട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഇപ്പൊ ഒരു ലോങ് വീഡിയോക്ക് 1K അടിച്ചേക്കുന്നത്. അത് അൽസാജിൽ പോയിട്ട് മറ്റേ ഷിയാസ്ഥാനൊക്കെ ആയിട്ട് ഇട്ട ഒരു വീഡിയോക്കാണ്. ഫുഡ് കഴിക്കാൻ പോയിട്ടില്ല അൽസാജിൽ. ആ വീഡിയോക്കാണ് 1K ആയത്. പിന്നെ 1K കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി പറഞ്ഞോളൂ ഇനി വരുമോന്ന് പറഞ്ഞൂടാ. ഇനി വരുമോന്ന് അറിയില്ല. ഇപ്പൊ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു പാർക്കിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണ വീഡിയോ ആണത്. ഫുഡടിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ചില പിള്ളേരിക്കൊക്കെ കളിച്ചിട്ട് മുമ്പിലേക്ക് വരാന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഞങ്ങള് ഇവിടെ ഒരു ചെറിയ പാർക്കിൽ വന്നെന്ന് പറഞ്ഞില്ലേ, അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടല്ലേ പോണ്ടോ? എന്താണ്? ആരുമില്ല ഇവിടെ, മാത്രേ ഉള്ളൂല്ല. ഒരു മനുഷ്യനില്ല കേട്ടോ ഇവിടെ. പക്ഷെ ഓപ്പൺ ആക്കിയിട്ടുണ്ടില്ലേ, ആരുമില്ല. ഇവർക്ക് ഫ്രീ ആയിട്ട് നടന്ന് കളിക്കാം. എന്തായാലും നന്നായി. എന്തിനാ ഒറ്റക്ക് അടിപൊളി കേട്ടോ. എനിക്കും ഊഞ്ഞാലട ആരില്ലാത്തോണ്ട്. ഇത്രയും നാളായിട്ട് ഇങ്ങനെയല്ലേ ഖത്തറിലൊരു പാർക്ക് കിടക്കണത് ആദ്യമായിട്ട് അല്ലേ? എപ്പോ വരുമ്പോഴും നിറയെ പിള്ളേരായിരിക്കും, പിള്ളേരും നിറച്ച ആൾക്കാരും. ഇത് ഇവർക്ക് ഫ്രീ ആയിട്ട് നടന്ന് എന്ത് വേണമെങ്കിലും കേറാം, എന്തിൽ വേണമെങ്കിലും കേറാം. എനിക്ക് ഊഞ്ഞാലാട. ഇതെന്തായാലും കൊള്ളാം.
ഇത്രേ ഞാൻ ഇവിടെ കണ്ടേക്കണതൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി വന്നേക്കണേ കേട്ടോ. ഇതിപ്പോൾ ഏകദേശം വലുതായിട്ടുണ്ട്. താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കെട്ടിയിട്ടേക്കണത്. ഇവിടെ എന്താണ് സൗണ്ട് എന്നോട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് നമുക്ക് എനിക്കൊരു ഫോണും കൂടി ഒന്ന് പിടിച്ച് ഹെൽപ്പ് ചെയ്ത് തരൂല വീഡിയോ എടുക്കുന്ന സമയത്ത്. പൈസ കിട്ടി കഴിയുമ്പോ ഞാനാണ് കൈകാര്യം ചെയ്യാൻ പോണത്. എന്തിന്ന് ഇപ്പൊ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയണത് അറിയിക്കണം. കിട്ടിയിട്ടില്ല കേട്ടോ, 10 പൈസ കിട്ടിയിട്ടില്ല കേട്ടോ. പൈസ ഒക്കെ കിട്ടും പൈസ കിട്ട ചെലവ് മാത്രമേ ഉള്ളൂ, വരവില്ല ഗൈസ്, നഷ്ടമാണ് ഗൈസ്. ഞാൻ ഇടൂലെന്നു. ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് പോകാൻ പോയാണ്. ഞാനപ്പോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഉറക്കം വരുന്നു. അവര് അവിടെ നടന്ന് കളിക്കണം, ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇവിടെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ക്ഷീണം. റൂമിൽ ചെല്ല, കുറച്ചു നേരം കിടക്കാം, ഉറങ്ങാ. ചുമടം മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോ. എന്നിട്ട് വൈകിട്ട് ഒരു പ്ലാൻ ഉണ്ട്, നോക്കട്ടെ, അറിയില്ല എത്രത്തോളം പോണം. ഞങ്ങളപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുന്നതാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.